നമസ്കാരം. ഇന്ന് 32-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് യുദ്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു നിശ്ചയവും ആർക്കുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് യുദ്ധം ഏതാണ്ട് പാതി വിജയിച്ചു എന്നാണ്. എന്നാൽ എന്നവസാനിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് യുദ്ധം അവസാനിക്കും, ഇറാനെ നശിപ്പിക്കും, അവരുടെ അണുവായുധ ശേഷി ഇല്ലാതാക്കും, സൈനിക ശേഷി തകർക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച യുദ്ധം ഒരു മാസം പിന്നിട്ടിട്ടും എന്നവസാനിക്കുമെന്ന് പറയാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞതെല്ലാം വ്യാജമായിരുന്നു, അത് ബോധപൂർവം പറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നു. ഇറാനുമായി ചർച്ച നടക്കുകയാണ്. ഇറാൻ വലിയൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. ഇറാൻ സമാധാനത്തിന് തയ്യാറാവുന്നു. ഇറാൻ ഭരണാധികാരിയായി മാറാൻ തന്നോട് ആവശ്യപ്പെട്ടു. 10 ദിവസം താൻ ഇറാന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇളവ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞത് വ്യാജമാണെന്നും അത് അമേരിക്കയുടെ സൈനിക നീക്കത്തിൻ്റെ ഭാഗമാണെന്നും വിപണിയെ സ്വാധീനിക്കാനുള്ള നീക്കമായിരുന്നു എന്നും വ്യക്തമായിരിക്കുന്നു. അന്നും ഇന്നും ഇറാൻ പറയുന്നത് അത്തരമൊരു നീക്കവുമില്ല എന്നാണ്. അതുതന്നെ ഇറാൻ ആവർത്തിക്കുന്നു. ഇറാൻ യുദ്ധപ്രഖ്യാപനത്തിൽ തുടരുന്നു. ഇറാൻ ഇന്നലെയും ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ ആകാശത്തെത്തി. ഒട്ടുമിക്കതിനെയും നിർവീര്യമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. എന്നാൽ ഹൈഫ തുറമുഖത്തെ ഇസ്രായേലിൻ്റെ ഒരു എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പതിക്കുകയും വലിയ സ്ഫോടനത്തോടുകൂടി അഗ്നി പടരുകയും ചെയ്തത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. എന്ന് വെച്ചാൽ ഇസ്രായേലിന് നേരെയുള്ള ഇറാൻ്റെ ആക്രമണം തുടരുന്നു. അതിനേക്കാൾ ശക്തമായി ഇസ്രായേൽ ഇറാനിൽ ബോംബ് വർഷിക്കുന്നു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം താറുമാറായതുകൊണ്ട് ഒന്നും ബാക്കിയില്ലാത്ത വിധത്തിൽ ആക്രമണം തുടരുകയാണ്. ടെഹ്റാൻ നഗരത്തെ നാമാവശേഷമാക്കി എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റും പുതിയ സുപ്രീം ലീഡറുമൊന്നും യുദ്ധം തുടങ്ങിയതിനു ശേഷം എവിടെയാണെന്ന് അവിടുത്തുകാർക്ക് പോലും അറിയില്ല. അവർ ടി വിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആരാണ് ഇറാൻ്റെ യുദ്ധം നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും നിശ്ചയമില്ലാതിരിക്കവേ ഇറാൻ യുദ്ധം തുടരുന്നു. UAE 5 തവണ ഇന്നലെ ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നറിയിച്ചിട്ടുണ്ട്. സൗദിയിലേക്കും ഖത്തറിലേക്കും കുവൈറ്റിലേക്കുമൊക്കെ ഇന്നലെയും ഇറാൻ്റെ ആക്രമണ ശ്രമമുണ്ടായി. എല്ലാത്തിനെയും ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് അവർ പറയുന്നത്. ലെബനോനിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണവും തുടരുന്നു. ഇന്തോനേഷ്യക്കാരനായ ഒരു UN സൈനികൻ കൊല്ലപ്പെട്ടു എന്ന് ഇന്തോനേഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചതായി ഇസ്രായേലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ ഇറാൻ ഞെട്ടിച്ചത് ദുബായ് പോർട്ടിൽ നങ്കൂരമിട്ടിരുന്ന ഒരു കുവൈറ്റി എണ്ണക്കപ്പൽ തകർത്താണ്. മുഴുവൻ ലോഡ് ചെയ്തിരുന്ന എണ്ണക്കപ്പലിന് നേരെ ഇറാൻ്റെ മിസൈൽ വീഴുകയും എണ്ണക്കപ്പൽ പൊട്ടിത്തെറിച്ച് അഗ്നി പടരുകയും ചെയ്തു. എന്നാൽ കടലിലേക്ക് തീ പടർന്നിട്ടില്ലെന്നും കാര്യമായ പാരിസ്ഥിതിക ദോഷമുണ്ടാവില്ല എന്നുമാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ദുബായ് പോർട്ടിൽ ഈ ആക്രമണം ഉണ്ടായതോടെ ആശങ്ക ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 4ാം തവണയും തുർക്കിയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പോയി. ഇന്നലെ അയച്ച ബാലിസ്റ്റിക് മിസൈലും നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. തുർക്കി ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗദിക്ക് നേരെയും ഇന്നലെ ആക്രമണമുണ്ടായി. സൗദി ശക്തമായി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതോടെ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് സൗദി, അമേരിക്കയെ ചവിട്ടി പുറത്താക്കൂ എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇറാന്റെ നാവികസേന കമാൻഡർ അലി റാസ ടാങ്സിറി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ വലിയ തോതിൽ ഇറാന്റെ സൈനിക നേതൃത്വത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും വകവരുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഓരോരുത്തരുടെയും ചലനങ്ങൾ ഇസ്രായേലിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ അണ്ടർഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുന്നത്. ഇതിനിടയിൽ അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിൽ വീണ്ടും ഭിന്നിച്ചു. യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. നാറ്റോയുടെ അനുമതിയില്ലാതെയായിരുന്നു യുദ്ധത്തിനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെട്ടിരിക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ബാധ്യതയില്ല. യുദ്ധം നിയമവിരുദ്ധമാണെന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ നിലപാട്. നാറ്റോ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ യുദ്ധത്തോട് സഹകരിക്കുന്നേയില്ല. നാറ്റോ രാജ്യങ്ങളുടെ എയർബേസുകൾ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കരുതേ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ബ്രിട്ടൻ അടക്കമുള്ളവർ അവരുടെ എയർബേസുകൾ തുറന്നു കൊടുത്തു. എന്നാൽ അവർ പറഞ്ഞത്
ഹോർമൂസ് കടലിടുക്കിലെ ഇന്ധന ചലനം തങ്ങളെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് അതിനുവേണ്ടി അനുവദിച്ചു എന്നാണ്. എന്നാൽ ഇത് ആഭ്യന്തരമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ബ്രിട്ടനിൽ വരുന്ന മെയ് മാസം ലോക്കൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് ബദലായി ഗ്രീൻ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിക്ക് ബദലായി റിഫോം UK പാർട്ടിയും വലിയ മുന്നേറ്റം നേടും എന്നുറപ്പായതോടെ ആഭ്യന്തര പ്രതിഷേധത്തെ ഭയന്ന് അമേരിക്കയെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്തെത്തി. ബ്രിട്ടന്റെ പടക്കപ്പലിനെ കളിപ്പാട്ടം എന്ന് വിശേഷിപ്പിച്ച് ട്രംപ് നേരത്തെ തന്നെ പരിഹസിച്ചിരുന്നു. ഇന്നലെ ഒരു കാരണവശാലും ഈ യുദ്ധത്തോട് ബ്രിട്ടൻ സഹകരിക്കില്ല, അത് അമേരിക്കയുടെ മാത്രം കാര്യമാണ്, നാറ്റോയ്ക്ക് ഒരു പങ്കുമില്ല എന്ന് കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ട്രംപിനെ പ്രകോപിപ്പിച്ചത് സ്പെയിനിന്റെ നിലപാടാണ്. സ്പെയിനിന്റെ ആകാശം അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ മറ്റേതെങ്കിലും രാജ്യത്തിന്റെയോ യുദ്ധവിമാനങ്ങൾ പറക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്പെയിൻ. പലപ്പോഴും എയർബേസുകൾ അനുവദിക്കുന്നില്ലെങ്കിലും ആകാശത്ത് നിരോധനമുണ്ടായിരുന്നില്ല. സ്പെയിനിന്റെ എയർവേ അടച്ചതോടെ അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടത്. നാറ്റോ സഖ്യരാജ്യങ്ങൾ ഒരു തരത്തിലും യുദ്ധത്തോട് സഹകരിക്കില്ല എന്ന് പരസ്യമാക്കിയതോടെ നാറ്റോയെ തള്ളി അമേരിക്കയും രംഗത്ത് വന്നു. റഷ്യയുടെ ആക്രമണം നാറ്റോ രാജ്യങ്ങൾക്ക് മേൽ ഉണ്ടായാൽ അമേരിക്ക കയ്യും കെട്ടി നിൽക്കും എന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ട്രംപ് പുതിയ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ആദ്യം ട്രംപ് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നത് നമുക്കറിയാം. 48 മണിക്കൂറിനകം ഹോർമൂസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നായിരുന്നു ഭീഷണി. ഇറാൻ ഹോർമൂസ് കടലെടുക്ക് തുറന്നില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ട്രംപ് പിന്നീട് ഏകപക്ഷീയമായി വെടിനിർത്തൽ പലതവണ പ്രഖ്യാപിച്ചു. ഈ 6-ാം തീയതി വരെയാണ് ട്രംപിന്റെ അവസാനത്തെ വെടിനിർത്തൽ കാലാവധി. ഇന്നലെ ട്രംപ് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ഭീഷണിയുമായി രംഗത്ത് വന്നു. ഫലപ്രദമായ ചർച്ചയൊന്നും നടക്കുന്നില്ല, 24 മണിക്കൂറിനകം ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാന് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണമായിരിക്കും നടത്തുന്നത് എന്നാണ് ട്രംപിന്റെ ഭീഷണി. എണ്ണപ്പാടങ്ങളും വൈദ്യുതി നിലയങ്ങളും ജലസ്രോതസ്സുകളുമെല്ലാം തച്ചുടയ്ക്കും, അവയെല്ലാം അഗ്നിക്കിരയാക്കും, ഇറാൻ പിന്നെ ബാക്കിയുണ്ടാവില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ട്. പതിവ് പോലെ ട്രംപിന്റെ ഭീഷണിയെ ഇറാൻ പുച്ഛിച്ചു തള്ളി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നറിയിപ്പുകളും പരിഹസിക്കലുമായി മുമ്പോട്ട് പോകുന്നതല്ലാതെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അതേസമയം ഇസ്രായേൽ ഇതിൻ്റെ മറവിൽ ലെബനോനിൽ ആക്രമണം തുടരുകയാണ്. ലെബനോനിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ലെബനോനിലെ പലയിടങ്ങളിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇന്ധന പ്രതിസന്ധി അതിന് മൂർധന്യത്തിലേക്ക് കുതിക്കുന്നു. ഇന്ത്യയെ പോലെ തന്നെ ഓസ്ട്രേലിയ അടക്കമുള്ള പല രാജ്യങ്ങളും ഇന്ധന നികുതി ഇളവ് ചെയ്തുകൊണ്ട് പ്രതിസന്ധിയെ നേരിടാൻ തീരുമാനിച്ചു. ഈജിപ്ത് സാധാരണ വർക്കിംഗ് ഡേയും കുറച്ചു, കടകളൊക്കെ നേരത്തെ അടയ്ക്കാൻ ഉത്തരവിട്ടു. ശ്രീലങ്ക ആഴ്ചയിൽ 4 ദിവസമായി വർക്കിംഗ് ദിവസങ്ങൾ മാറ്റി, ബാക്കി 3 ദിവസങ്ങൾ അവധിയാക്കി. ദക്ഷിണ കൊറിയ ആഴ്ചയിൽ 1 ദിവസം പൂർണ്ണമായും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. മ്യാൻമാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കിയാൽ മതി എന്ന് ഉത്തരവിട്ടു. ഫിലിപ്പൈൻസും യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ബംഗ്ലാദേശിൽ ഊർജ നിയന്ത്രണം നയമായി നടപ്പിലാക്കി. അങ്ങനെ ലോകം മുഴുവൻ ഈ എണ്ണ പ്രതിസന്ധിയെ നേരിടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഒരിടത്തുമില്ല.